Hello students, today we are going to see the moment of inertia of some simple objects. So we were discussing about the fixed axis rotation, and then we have seen that angular momentum is, the z component of angular momentum is I into omega, where I is the moment of inertia. And moment of inertia, we have seen that it is a geometrical quantity and it depends on the distribution of mass from the axis and and also on which axis that you are going to take as the axis of rotation. Okay, now let's see the examples one by one. The first one we will see uniform thin hoop of mass m and radius r. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ഒരു തിന്നായിട്ടുള്ള ഹൂപ്പ് എന്ന് പറഞ്ഞാൽ റിങ് പോലെ റിങ് ആണ്. അതിൻ്റെ ഈ ഭാഗം ഹോളോ ആണ്. ഇതിൽ മാസ് ഒന്നുമില്ല, ഇതാണിത്. അപ്പോൾ റിങ് ആണ്. റിങ്ങിൻ്റെ മാസ് എം ആണ്, ടോട്ടൽ മാസ് എം ആണ്. ആൻഡ് ഇറ്റ് ഹാസ് എ റേഡിയസ് ആർ ആൻഡ് ഹിയർ വി ആർ കൺസിഡറിങ് ദി ആക്സിസ് ത്രൂ ദി സെൻറ്റർ ആൻഡ് ദ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി ഹൂപ്പ്. അപ്പോൾ പ്ലെയിൻ ഓഫ് ദി ഹൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിങ്ങളെ ആക്സിസ് ഉള്ളത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഫ്രം ദി ആക്സിസ് ആൻഡ് ഓൾസോ ഓൺ ദി ആക്സിസ് ദാറ്റ് വി ആർ ടേക്കിംഗ്. ഓക്കെ, സോ നമ്മൾ കണ്ടിട്ടുണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇനേർഷ്യ അബൌട്ട് ദ ആക്സിസ് ഈസ് ഗിവൺ ബൈ ഐ ഈക്വൽ ടു റോ സ്ക്വയർ ഡി എം. റോസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, റേഡിയസ് ആണ്. റേഡിയസ് ആണ് ഫ്രം ദി ആക്സിസ് ആണിത്. സോ ഐ ഈക്വൽ ടു റോ സ്ക്വയർ ഡി എം. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡി എം എന്താണെന്ന് നോക്കാം. ഡി എം എന്ന് പറയുന്നത് ഒരു മാസ് എലിമെൻ്റ് ആണ്. അപ്പോൾ എലിമെൻ്റൽ മാസ് എന്ന് പറഞ്ഞാൽ വി ആർ ടു കൺസിഡർ എ സ്മോൾ എലിമെൻറ്റ് ഇൻ ദിസ് ഹൂപ്പ്. ഒരു ചെറിയ എലിമെൻറ്റ് ഡി എസ് ലെങ്ത്തുള്ളൊരു ചെറിയ എലിമെൻറ്റ് എടുക്കുകയാണ്. അതിൻ്റെ മാസ് ആയിരിക്കും ഡി എം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വേറൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ലാംഡ. ലാംഡ ഈസ് നത്തിങ് ബട്ട് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി ഹൂപ്പ്. അതായത് അതിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ്. ഇപ്പോൾ പെർ യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ് ലാംഡ ആണെങ്കിൽ നമ്മളെടുക്കുന്ന ഡി എസ് ലെങ്ത്തിലുള്ള അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാംഡ ഇൻറ്റു ഡി എസ് ആയിരിക്കും. അപ്പോൾ പെർ യൂണിറ്റ് ലെങ്ത്ത്, ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ് ലാംഡ ആണെങ്കിൽ ഡി എസ് ലെങ്ത്തിലുള്ളത് ലാംഡ ഇൻറ്റു ഡി എസ്. ഓക്കെ, സോ ഡി എം വിൽ ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡി എസ് ആയിരിക്കും. ഇനി പെർ യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ് എന്നുള്ളത് എങ്ങനെയാണ്, നമ്മൾ ലാംഡ ഈക്വൽ ടു എന്താ വരിക, മാസ് ടോട്ടൽ മാസ് നമുക്ക് എം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ടോട്ടൽ ലെങ്ത്ത് എടുക്കാം. അപ്പോൾ ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത്ത് വിൽ ഗിവ് യു ദി മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത് ഓഫ് ദി ഹൂപ്പ്. ഓക്കെ, സോ എം ബൈ ടോട്ടൽ ലെങ്ത്ത് ഓഫ് ദി ഹൂപ്പ് എന്താ വരിക, ഇതിൻ്റെ സർക്കംഫറൻസ് അല്ലെ പെരിമീറ്റർ, ദാറ്റ് ഈസ് 2πr. ആർ റേഡിയസ് ആണെങ്കിൽ 2πr ആയിരിക്കും. സോ എം ബൈ 2πr ഇസ് ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത് ഓഫ് ദി ഹൂപ്പ്. ഓക്കെ, ഇനി ഈ ഹൂപ്പിലുള്ള എല്ലാ പോയിൻറ്റ്സും ആർ ഡിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദി സെൻറ്റർ. സോ റോ ഇസ് ഈക്വൽ ടു ആർ. ഇവിടുത്തെ റോ എന്നുള്ള റേഡിയസ് ഈക്വൽ ടു ആർ ആയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, ഇനി നൗ വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഇൻ ദിസ് ഈക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഐ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ലിമിറ്റ് എന്തായിരിക്കും, ഇതിന് ഫുൾ ലെങ്ത്ത് എടുക്കുക അല്ലേ. ഫുൾ ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് എന്താ വരിക, 0 to 2πr. ഈ ലിമിറ്റ് 0 to 2πr വരുന്നത് ഇവിടെ ഡി എമ്മിനെ നമ്മൾ ലാംഡ ഇൻറ്റു ഡി എസ് ആയിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഡി എസിൻ്റെ വാല്യൂ ആണ് കേട്ടോ, ഡി എസിൻ്റെ ലിമിറ്റാണിത്. ഡി എസിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2πr ആണ്. അതാണ് 0 to 2πr എന്നുള്ള വാല്യൂസ് വരുന്നത്. ഓക്കെ, സോ ആർ സ്ക്വയർ ഇൻറ്റു ലാംഡയുടെ വാല്യൂ എം ബൈ 2πr ആണ്. ഡി എസിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് കിട്ടും. ആൻഡ് യു ഹാവ് ടു അപ്ലൈ ദ ലിമിറ്റ് 0 to 2πr. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ആർ സ്ക്വയർ ഇൻറ്റു എം ബൈ 2πr ഇൻറ്റു 2πr എന്ന് വരും. 0 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വരുമ്പം 2πr മൈനസ് 0 എന്ന് വരും. സോ യു വിൽ ഗെറ്റ് ആർ സ്ക്വയർ ഇൻറ്റു എം ബൈ 2πr ഇൻറ്റു 2πr. സോ 2πr ക്യാൻസൽ ചെയ്ത് പോകും. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഐ ആസ് എം ബൈ ആർ സ്ക്വയർ. So that is the value of moment of inertia for a
thin hoop of mass m and radius r, provided you are considering the axis through the center of the hoop. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് എക്സാമ്പിളാണ് നമ്മളിപ്പം കണ്ടത്. തിൻ റിങ് അല്ലെങ്കിൽ തിൻ ഹൂപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് mr² ആയിരിക്കും. അപ്പോൾ m is the mass of the ring and r is the radius. Okay, next we will see a uniform disk of mass m and radius r. അപ്പോൾ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോളോ ആയിട്ടുള്ള സ്പേസ് ഇല്ല, ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. നമ്മൾ ഹൂപ്പും ഡിസ്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഇവിടെ എന്താ വെച്ചാൽ ഹോളോ ആയിട്ടുള്ള സ്ഥലമുണ്ട്, ഇവിടെ അങ്ങനെയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി എങ്ങനെയാണ് ഇവിടെ നമ്മൾ ആക്സിസ് എന്താണ്, ആക്സിസ് ഇസ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി ഡിസ്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ ഇതേപോലെ നമുക്ക് പെർ യൂണിറ്റ് ലെങ്ത്തിന് പകരം പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ മാസ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഡിസ്കിനെ നമ്മൾ വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് തിൻ ഹൂപ്സ് ആയിട്ട് എടുക്കുക, ചെറിയ റിങ് ആയിട്ട് എടുക്കുക. ആ ചെറിയ റിങ് ഓരോ റിങ്ങിനും റേഡിയസ് റോ ആയിട്ട് എടുക്കുക, അതുപോലെ അതിൻ്റെ വിഡ്ത്ത് ഡി റോ ആയിട്ട് എടുക്കുക. ഈ വിഡ്ത്ത് ഡി റോ ഇവിടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് റോ ആയിട്ട് എടുക്കുക. ആ ഡിസ്കിൻ്റെ മേലെ നിന്നുള്ള നോക്കുന്ന ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് ഈ ഓരോ റിങ് ആയിട്ട് എടുക്കാം. അതൊരു ഡിസ്കിനെ ഒരുപാട് റിങ്സിൻ്റെ കൂട്ടായിട്ട് എടുക്കാം. അപ്പോൾ അത് ഒരു റിങ് കൺസിഡർ ചെയ്യുകയാണ് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത്. ആ റിങ്ങിൻ്റെ റേഡിയസ് ഫ്രം ദി സെൻറ്റർ ഇസ് റോ ആൻഡ് ദി വിഡ്ത്ത് ഇസ് ഡി റോ. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റിങ്ങിൻ്റെ കാര്യങ്ങൾ എടുത്തിട്ട് അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ ടോട്ടൽ ഡിസ്ക് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അതായത് ഇങ്ങനത്തെ ഒരുപാട് റിങ്സ് ചേർന്ന് കഴിഞ്ഞാൽ ഈ ഡിസ്ക് കിട്ടുമല്ലോ, ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എടുക്കുന്ന സമയത്ത് ഈ ഒരു റിങ്ങിൻ്റെ ഏരിയ നമുക്ക് കാണാം. ഏരിയ ഓഫ് വൺ ഓഫ് ദി തിൻ ഹൂപ്സ് അല്ലെങ്കിൽ തിൻ റിങ് എത്രയാണ്, DA എടുക്കുക. ഇതിൻ്റെ ഏരിയ ഈ ഷെയ്ഡഡ് പോർഷൻ DA is equal to എന്ത് വരും, DA എന്ന് പറയുന്നത് ഈ ഒരു സർക്കംഫറൻസ് ഇൻറ്റു ദിസ് വിഡ്ത്ത് ആയിരിക്കും. സോ 2π റോ ഇൻറ്റു D റോ എന്ന് വരും. അതായിരിക്കും ഇതിൻ്റെ ഏരിയ, ആനുലർ ഏരിയ ആണ് ഇതിൻ്റെ വാല്യൂ ഇത്. അതായത് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ എത്രയാണെന്നാണ് ഈ ഏരിയ. ഓക്കെ, സോ DA is equal to 2π റോ ഇൻറ്റു D റോ. ഓക്കെ, പിന്നെ ഇനി മാസ് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ കാണാണ്. മാസ് പെർ യൂണിറ്റ് ഏരിയ എന്തായിരിക്കും, m/a ആയിരിക്കും. അപ്പോൾ അതുപോലെ DM എന്ന് പറയുന്നത് മാസ് പെർ DA ഏരിയ. DA ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയയിലുള്ള മാസ് എത്രയായിരിക്കും എന്നാണ് നോക്കുന്നത്. DA എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്, നമ്മളിപ്പം എടുത്തിരിക്കുന്ന ഏരിയ. ഈ DA ഏരിയയിലുള്ള മാസാണ് DM എന്ന് പറയുന്നത്. സോ മാസ് പെർ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ഏരിയ. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, മാസ് പെർ യൂണിറ്റ് ലെങ്ത് കാണാൻ മാസിനെ ടോട്ടൽ ലെങ്ത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ അതുപോലെ ഈ മാസ് പെർ യൂണിറ്റ് ഏരിയ നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം, ടോട്ടൽ മാസിനെ ടോട്ടൽ ഏരിയയെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ DM എന്ന് പറയുന്നത് ഈ മാസ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ഈ ഏരിയയുടെ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ മാസാണ് DM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെന്ത് വേണം, ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ നമുക്കറിയാം. സോ മാസ് പെർ യൂണിറ്റ് ഏരിയ കണ്ടിട്ട് ഈ ഏരിയനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DM കിട്ടും. അപ്പം m/a കാണാം. m/a എന്ന് പറയുന്നത് m/2πr² ഇൻറ്റു DA എന്ന് പറഞ്ഞാൽ 2π റോ D റോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DM കിട്ടും. DM is equal to m/a ഇൻറ്റു DA എന്ന് വരും. അതെങ്ങനെയാണ് എഴുതുന്നത് വെച്ചാൽ മാസ് പെർ യൂണിറ്റ് യൂണിറ്റ് ഏരിയ, മാസ് പെർ യൂണിറ്റ് ഏരിയ ആണ് m/a. മാസ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ഏരിയ ഓഫ് ദി റിംഗ്, ദാറ്റ് ഗീവ്സ് യു ദി മാസ് ഓഫ് ദി റിംഗ് അല്ലെങ്കിൽ ഹൂപ്പ്. ഓക്കെ, അപ്പോൾ മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് m/a ആണ്. m/a ഏരിയ ഇൻറ്റു ദി ടോട്ടൽ ഏരിയ, ദ ഏരിയ ഓഫ് ദി റിംഗ് will give you the mass of the ring. ഓക്കെ, അതാണ് ഇവിടെ കിട്ടുന്നത് m/πr² ഇൻറ്റു 2π റോ D റോ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പൈ ക്യാൻസൽ ചെയ്ത് പോകുന്നു.
പിന്നെ നമുക്ക് കിട്ടുന്നത് 2m റോ ഡി റോ ബൈ ആർ സ്ക്വയർ. ഇനി നമ്മൾ ഒരു ഈ ചെറിയ സെഗ്മെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡി ഐ എന്ന് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ സ്ക്വയർ ഡി എം. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തില്ല, ചെറിയൊരു എലിമെൻറ്റ് എത്രയാണ് ഡി ഐ എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റോ സ്ക്വയർ ഡി എം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ റേഡിയസിൻ്റെ സ്ക്വയർ, റോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഈ ഇവിടെ റോ വരും, അപ്പോൾ റോ ക്യൂബ് എന്ന് വരും, 2mp റോ ക്യൂബ് ഡി റോ ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ആർ റോൻ്റെ ലിമിറ്റ് എന്താണ്, 0 മുതൽ ഇവിടെ വരുത്തുമ്പോൾ R ആവും. സോ 0 to R ആണ്. ഈ ടോട്ടൽ ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് വരും. അതായത് ചെറിയ എലിമെൻറ്റിൽ ഒരു റിങ്ങിൻ്റെ ഏരിയ ഡി ഐ ആണ് നമ്മൾ കണ്ടത്. ഇതുപോലത്തെ ഒരുപാടെണ്ണം ഉണ്ടാവും, ഒരുപാട് റിങ്സ് ചേർന്നാണ് നമുക്ക് ഈ ഡിസ്ക് കിട്ടുന്നത്. സോ യു ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ഇറ്റ് ഫ്രം 0 to R. ഓക്കെ, 0 to R 2m റോ ക്യൂബ് ഡി റോ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, അതെന്ത് വരും, 2m ആർ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ദ ഇൻറ്റഗ്രൽ. റോ ക്യൂബ് ഡി റോനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, റോ റേസ് ടു 4/4 എന്ന് വരും. റോ ക്യൂബിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനാൽ റോ റേസ് ടു 4/4. അതിൻ്റെ നമ്മൾ ലിമിറ്റ് 0 to R അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R റേസ് ടു 4/4 എന്ന് വരും. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് you can just neglect it. So R raised to 4/4. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, you will get half mr square. That is the moment of inertia of a disk, half mr square. ഈ വാല്യൂസ് ഓർത്തിരിക്കണം. For a ring it is mr square and for a disk it is half mr square. Okay, so moment of inertia of a disk is half mr square. Next we are having a thin stick of mass m and length l. യൂണിഫോം തിൻ സ്റ്റിക്ക്. യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് ഒരേപോലെയാണ് എന്നുള്ളതാണ്. ഇതിന് ഷേപ്പിന് ഇറഗുലാരിറ്റി ഒന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. സോ യൂണിഫോം തിൻ സ്റ്റിക്ക് ഓഫ് മാസ് എം ആൻഡ് ലെങ്ത് എൽ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്സിസ് എടുക്കുന്നത് ത്രൂ ദി മിഡ് പോയിൻറ്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി സ്റ്റിക്കാണ്. സ്റ്റിക്കിൻ്റെ മിഡ് പോയിൻറ്റിലൂടെയാണ് നമ്മൾ ആക്സിസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാകുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ റോ സ്ക്വയർ ഡി എം ആണ്. അപ്പോൾ ഇവിടെ റോ എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു എലിമെൻ്റ് എടുത്ത് ഇവിടെ ഏതെങ്കിലും എലിമെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിരിക്കും. സോ എക്സ് സ്ക്വയർ ഡി എം എടുക്കാം. അതുപോലെ ഇവിടെ എക്സിൻ്റെ വാല്യൂ എവിടുന്ന് എവിടെ വരെ വേരി ചെയ്യാം, -L/2 മുതൽ L/2 വരെ മാറാം. അപ്പോൾ -L/2 to L/2 നമുക്ക് ലിമിറ്റ് എടുക്കാം. -L/2 to L/2 എക്സ് സ്ക്വയർ ഡി എം. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇത്രയും. ഇത് എക്സ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇത് പോസിറ്റീവ് ഡയറക്ഷൻ, ഇവിടെ ഇതാണ് സെൻറ്റർ, ഇത് പോസിറ്റീവ് എക്സ്, ഇത് നെഗറ്റീവ് എക്സ്. ഓക്കെ, സോ -L/2 to L/2 എക്സ് സ്ക്വയർ ഡി എം. ഇനി ഇതിന് ഡി എം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഇതൊരു സെഗ്മെൻറ്റിൻ്റെ മാസ് ആയിരിക്കും. അതെങ്ങനെ നമുക്ക് കിട്ടും, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ലെങ്ത് അല്ലേ. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ലെങ്ത് വിൽ ഗീവ് യു ഡി എം. നമ്മൾ നേരത്തെ ചെയ്തൊക്കെ പോലെ ഇവിടെ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ഡിവൈഡ് ബൈ ഇൻറ്റു എൽ. അപ്പോൾ ഇവിടെ അതുപോലെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് വിൽ ഗീവ് യു മാസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ -L/2 ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് L/2, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് L/2. സോ ടോട്ടൽ ലെങ്ത് ഈസ് L. സോ m/L ഇൻറ്റു -L/2 to +L/2, that is the limit x square dx ആവും. that dm is m/L into dx ആണ്. Okay, mass per unit length into length, that gives you the mass of the segment dm. dm എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് dm എന്ന് പറയുന്നത് ചെറിയ പോർഷൻ്റെ മാസാണ്. സോ m/L into integral -L/2 to L/2 x square dx. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ by 3 എന്ന് വരും.
m by l x cube by 3 ലിമിറ്റ് അപ്ലൈ ചെയ്യുക, മൈനസ് എൽ ബൈ ടു പ്ലസ് എൽ ബൈ ടു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 1/12 ml സ്ക്വയറിന്. So this is the value of the moment of inertia of the thin stick of mass m and length l, and you have to be very particular that the axis is through the midpoint of the stick. പിന്നെ നമ്മൾ ഇതേ സാധനം തന്നെ ഈ ആക്സിസ് മാറിക്കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ മാറുമെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൽ ആക്സിസ് നമ്മൾ എടുത്തിരിക്കുന്നത് ത്രൂ ദി സെൻറ്റർ അല്ലെങ്കിൽ ത്രൂ ദി മിഡ് പോയിൻ്റ് ഓഫ് ദി സ്റ്റിക്കാണ്. നെക്സ്റ്റ് we are seeing the moment of inertia of the same stick provided the axis is at one end. ഈ റോഡിൻ്റെ ഒരു എൻഡിൽ നമ്മൾ ആക്സിസ് കൺസിഡർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാവുന്ന സമയത്ത് എന്താ വരിക, യു ഹാവ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I ഈക്വൽ ടു ഇൻറ്റഗ്രൽ റോ സ്ക്വയർ ഡി എം. അപ്പോൾ ഇവിടെ I ഈക്വൽ ടു ഡി എമ്മിനെ നമുക്ക് എഴുതാം എം ബൈ എൽ ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. സോ എം ബൈ എൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങളെ ഇൻറ്റഗ്രൽ വാല്യൂ മാറും, 0 ടു എക്സിൻ്റെ വാല്യൂ 0 ടു എൽ ആവും. 0 ടു എൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. 0 ടു എൽ എക്സ് സ്ക്വയർ ഡി എക്സ്. സോ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, എം ബൈ എൽ എക്സ് ക്യൂ ബൈ 3 0 ടു എൽ ഇതിൻ്റെ വാല്യൂ എം എൽ സ്ക്വയർ ബൈ 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ നോക്കൂ, നിങ്ങൾ ആക്സിസ് മാറ്റിയത് മാത്രമേ ഉള്ളൂ. സെയിം സ്റ്റിക്കാണ്, ലെങ്ത് സെയിം, മാസ് സെയിം, അതെല്ലാം സെയിം ആണ്. The only difference is the axis that you are considering is different. അപ്പോൾ ഇവിടെ വൺ എൻഡിൽ ഫിക്സ് ഉള്ള ആക്സിസ് ആണെങ്കിൽ എം എൽ സ്ക്വയർ ബൈ 3 ആണ്. ഇവിടെ ഇഫ് ദ ആക്സിസ് ഇസ് ത്രൂ ദി സെൻറ്റർ ഇറ്റ് ഈസ് 1/12 ml സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ആക്സിസിൻ്റെ ഇമ്പോർട്ടൻസും നന്നായിട്ട് മനസ്സിലാക്കാം. സോ ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഡിസ്ട്രിബ്യൂഷൻ. മാസ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ ഈ രണ്ട് കേസിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ഇവിടെ ഒരു പോർഷനിൽ മാസ് ഇല്ല, ഈ എൻഡിലേക്കാണ് മാസ് ഉള്ളത്. ഇതൊരു റിംഗ് ആണ്, സെൻറ്റർ ഹോളോ ആണ്. ഇവിടെ പക്ഷേ അങ്ങനെയാണ്, ഇത് ത്രൂ ഔട്ട് മാസുള്ള ഒരു ഡിസ്ക്കാണ്. അപ്പോൾ ഇവിടെ അതുപോലെ എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡിഫറെൻ്റ് ആണ്. ആക്സിസ് ഒക്കെ സെയിം ആക്സിസ് തന്നെ എടുത്തിരിക്കുന്നത്. ഒന്ന് mr സ്ക്വയർ ആണ്, അടുത്തത് ഹാഫ് mr സ്ക്വയർ ആണ്. ഇവിടെ സെയിം റോഡാണ്, സെയിം ലെങ്ത്തും സെയിം മാസുള്ള റോഡാണ്. ദ ഡിഫറൻസ് ഇസ് ദ ആക്സിസ് യു ആർ ടേക്കിംഗ് ഈസ് ഡിഫറെൻറ്റ് പൊസിഷൻസ്. വൺ ഈസ് ത്രൂ ദ സെൻറ്റർ ആൻഡ് ദ അതർ ഈസ് അറ്റ് വൺ എൻഡ്. ആ സമയത്തും നിങ്ങൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. In the next class we will see the parallel axis theorem to find out the moment of inertia. Okay, thank you.